ഇന്നൊരു അടിപൊളി വറുത്തരച്ച മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കാളാഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വിളമീൻ എന്നും പറയും. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി പീസാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനായിട്ട് 1.5 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1.5 കപ്പ് തേങ്ങ. ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് കറിവേപ്പില, ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ഇന്ന് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ. ഇപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ 1/4 കപ്പ് ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1/4 കപ്പ് കൂടാതെ 2 വട്ടം കൂടി ഞാൻ ചേർത്തായിരുന്നു. നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് കറിച്ചിട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. ഉലുവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 5 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5 എണ്ണം നമ്മൾ തേങ്ങ വറുക്കാൻ ചേർത്തിരുന്നു. 5 എണ്ണം ഇപ്പോഴും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 15 വെളുത്തുള്ളി. ഇത് ചെറുതാണ്, അതുകൊണ്ടാണ് 15 എണ്ണം ചേർത്തത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രമാത്രം ചാറ് വേണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി പയ്യെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻകറി ഇവിടെ തിളച്ച് നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. മീനൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചാറും അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ചാറ് കട്ടിയാകും. അപ്പോൾ ഇത് മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ചവെളിച്ചെണ്ണ മേളിൽ കൂടെ തൂവി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇതിൻ്റെയൊക്കെ നല്ലൊരു മണം ആ കറിക്കകത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വറുത്തരച്ച അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്